ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഗോമാതാവ് ഹിന്ദു വിശ്വാസം അനുസരിച്ചിട്ട് പശുവിന്, ഗോമാതാവിന് വലിയ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. പശുക്കളെ നമ്മൾ അമ്മയായിട്ട് കരുതുന്നു. ഗോമാതാവ് എന്നാണ് പശുവിനെ നമ്മൾ വിളിക്കുന്നത്, അതായത് അമ്മയെപ്പോലെ കരുതുന്നു. പലപ്പോഴും ഒരുപാട് വിമർശനങ്ങൾ നമ്മൾ അതുവഴി കേൾക്കാറുണ്ട്. ഈ ചാണകം എന്ന പദം ഒക്കെ ഉപയോഗിച്ചിട്ട് ധാരാളം വിമർശനങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ പശു നിങ്ങളുടെ അമ്മയാണെങ്കിൽ ആട് നിങ്ങളുടെ കുഞ്ഞമ്മയാണോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. അതിനുള്ള ഉത്തരം നമുക്കൊന്ന് നോക്കാം. എന്തുകൊണ്ടാണ് പശുവിനെ അമ്മയായി നമ്മൾ കരുതുന്നത്? ആരാണ് അമ്മ? അതാദ്യം നോക്കാം. ഒരമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മക്കളെ പരിപാലിച്ച് കൊണ്ടുപോകുന്ന ആളാണ് അമ്മ. അമ്മ കുഞ്ഞുങ്ങളെ പ്രസവിക്കും, ആ കുഞ്ഞുങ്ങളെ പരിപാലിക്കും. കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ അമ്മ നമുക്ക് മുലപ്പാൽ നൽകും. എത്ര കാലം മുലപ്പാൽ നൽകും? ഒരു കാലഘട്ടം വരെ അമ്മ മുലപ്പാൽ നൽകും. അമ്മയുടെ പാല് കുടിച്ചാണ് നമ്മൾ വളരുന്നത്. അതിനുശേഷം നമ്മൾ ആരുടെ പാലാണ് കുടിക്കുന്നത്? പശുവിൻ്റെ പാലാണ് കുടിക്കുന്നത്. നമുക്ക് നല്ല ആരോഗ്യമുണ്ടാകാൻ നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ നമ്മൾ പറയത്തില്ലേ, എന്നും രാവിലെ ഒരു ഗ്ലാസ് പാല്, വൈകുന്നേരം ഒരു ഗ്ലാസ് പാല് നല്ല ബൂസ്റ്റൊക്കെ ഇട്ട് കലക്കി, ഹോർലിക്സൊക്കെ ഇട്ട് കലക്കി കൊടുക്കും അല്ലേ? അല്ലെങ്കിൽ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും പാലൊഴിച്ചിട്ട്. നല്ല ആരോഗ്യം വെക്കണമെങ്കിൽ പാല് കുടിക്കണം, കാൽസ്യം ധാരാളമുണ്ട്, കഴിക്കണം, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ പാലും മോരും വെണ്ണയും തൈരും ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വളരുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പിന്നെ അതൊന്നും വേണ്ട അല്ലേ? നോൺ വെജിൻ്റെ ആളുകളാണ്. പക്ഷേ പഴയ കാലത്ത് അങ്ങനെയല്ല. പാലും വെണ്ണയും തൈരുമൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. ഒരു വീട്ടിൽ ഒരു പശു ഉണ്ടെങ്കിൽ ആ കുടുംബം കഴിയും. അപ്പം അമ്മയുടെ മുലപ്പാലിനു ശേഷം നമ്മളെ മുമ്പോട്ട് പാല് തന്ന് നമ്മളെ വളർത്തിക്കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നടത്തിക്കൊണ്ട് പോകുന്നത് ആരാണ്? പശുവാണ്. അതുകൊണ്ട് തന്നെ പശുവും നമ്മുടെ അമ്മ തന്നെയാണ്. അതുപോലെ ഒരു മോരുണ്ടെങ്കിൽ പണ്ടത്തെ കാലത്തൊരു കൂട്ടാനായി. വെണ്ണ, തൈര്, നെയ്യ്, ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇനി മറ്റൊരു കാര്യമാണ് ചാണകം. പഴയ കാലത്ത് ചാണകം എന്തിനൊക്കെ ഉപയോഗിക്കുമായിരുന്നു? ചാണകം ഒരു ഇന്ധനമാണ്. ചാണകം ഇപ്പോഴും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. അത് ഇങ്ങനെ വട്ടത്തിൽ നെയ്യപ്പം പോലെ പരത്തി ഉണക്കി അടുക്കി വെക്കും. അതാണ് തീ കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു വീട്ടിൽ പണ്ടത്തെ കാലത്ത് ഗ്യാസൊന്നുമില്ല അല്ലേ? അപ്പോൾ വിറക് ശേഖരണം, നമ്മുടെ കേരളത്തിലൊക്കെ അങ്ങനെയാണ്. വിറകില്ലെങ്കിൽ അടുപ്പ് പുകയില്ല. മഴ വരുന്ന സമയത്ത് പഴയ കാലത്ത് അമ്മൂമ്മമാർ നനഞ്ഞ ചൂട്ടും കൊതുമ്പും ഒക്കെ വെച്ചിട്ടിങ്ങനെ പാവം ഇങ്ങനെ ഇരുന്ന് ഊതും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വിറക് ശേഖരിച്ച് വെക്കും. അതുപോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ചാണകം ഇങ്ങനെ ഉണക്കി സൂക്ഷിക്കും. ഇപ്പോഴും അവർ തീ കത്തിക്കാനായിട്ട്, അടുപ്പ് കത്തിക്കാനായിട്ട് അതാണ് ഉപയോഗിക്കുന്നത്. അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പഴയ കാലത്ത് ഉള്ള ആളുകൾക്കറിയാം, പണ്ടത്തെ കാലത്ത് നമ്മുടെ വീടിൻ്റെയൊക്കെ തറ മെഴുകിക്കൊണ്ടിരുന്നത്
ചാണകം ഉപയോഗിച്ചിട്ടാണ്. അവിടെ കിടന്നുറങ്ങാം, ഒരസുഖവും വരില്ല, ഒരു അഴുക്കുമില്ല, അണുക്കളുമില്ല, ഒരു വാദവും വരില്ല. ഇപ്പോഴത്തെ ടൈൽസിലൊന്ന് കിടന്നുറങ്ങിക്കേ, അല്ലെങ്കിൽ ഗ്രാനൈറ്റിലോ മാർബിളിലോ ഒക്കെ ഒന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ 2 ദിവസം കിടന്നു കഴിയുമ്പം, അല്ലെങ്കിൽ അതിലൂടെ നടന്നു കഴിയുമ്പം വാദം. പണ്ടത്തെ കാലത്ത് ഈ ചാണകം മെഴുകിയ തറയിൽ നടന്നു കഴിഞ്ഞാൽ ഒരസുഖവും വരത്തില്ലായിരുന്നു. അപ്പം വീടുണ്ടാക്കാൻ ചാണകം അത്യാവശ്യമായിരുന്നു. പഴയ കാലത്ത് കൃഷിയായിരുന്നു ഉപജീവന മാർഗം. കൃഷിക്ക് എന്താവശ്യമുണ്ട്? ചാണകം ആവശ്യമുണ്ട്. അതാണ് വളമായി ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. അതുപോലെ ഗോമൂത്രം, അതും കൃഷിക്ക് ഉപയോഗിക്കുന്നു. അത് വളമാണ്. അതുപോലെ പല മരുന്നുകൾ ഉണ്ടാക്കാനും ഗോമൂത്രം ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. കറുത്ത പശുവിൽ വെളുത്ത പൊട്ട് ഉള്ള പശുവിൻ്റെ പാലും ഗോമൂത്രവും ഒക്കെ വളരെ ഔഷധ ഗുണം ഉള്ളതാണെന്നാണ് പറയുന്നത്. അപ്പോൾ പശുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിൽ ഒരു പശു ഉണ്ടെങ്കിൽ അവന് മറ്റു ജോലിക്കൊന്നും പോയില്ലെങ്കിലും ആ വീട് പട്ടിണി കൂടാതെ കഴിയും. പശുക്കളെ വളർത്തുന്ന എല്ലാവർക്കും അറിയാം അക്കാര്യം. പട്ടിണി വരില്ല. ആ സ്ഥിതിക്ക് നമ്മളെ പട്ടിണിക്കിടാതിരിക്കുന്ന നമ്മുടെ അമ്മയാണ് ആര്? ഗോമാതാവ്. അതുകൊണ്ട് ധൈര്യമായിട്ട് പശു നമ്മുടെ അമ്മയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം, ആരോടും പറയാം. പശു നമ്മുടെ അമ്മ തന്നെയാണ്. ഇനി ഹിന്ദു വിശ്വാസം അനുസരിച്ചിട്ട് ബ്രഹ്മർഷിമാരും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും മഹാലക്ഷ്മിയും ഒക്കെ, അങ്ങനെ എല്ലാ ദേവതകളും പശുവിൽ വസിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഐശ്വര്യദായിനിയാണ് ഗോമാതാവ്. പശുവിൻ്റെ പാല് കിട്ടിയില്ലെങ്കിൽ നമ്മൾ തൽക്കാലത്തേക്ക് ആരുടെ പാൽ ഉപയോഗിക്കും? ആടിൻ്റെ പാൽ ഉപയോഗിക്കും. അപ്പം അമ്മ ഇല്ലെങ്കിൽ കുഞ്ഞമ്മയുടെ പാലും നമുക്ക് ഉപയോഗിക്കാം. ആ നിലയിൽ ആട് കുഞ്ഞമ്മ തന്നെയാണ്. നമുക്ക് യാതൊരു ആക്ഷേപവും ഇല്ല. ആര് ചോദിച്ചാലും ധൈര്യമായി നിങ്ങളിത് പറയണം. പശു അമ്മയാണ്, ആട് കുഞ്ഞമ്മയാണ്. അത് പറഞ്ഞുകൊള്ളുക. അപ്പം അച്ഛൻ ആരാണ് എന്നൊരു ചോദ്യം വരും. അച്ഛൻ ആരാണ്? കാള. ധൈര്യമായിട്ട് പറഞ്ഞുകൊള്ളൂ, കാളയാണ്. ഭഗവാന്റെ, മഹാദേവൻ്റെ കാവൽക്കാരനാണ് ആര്? നന്ദി. നന്ദി ഭഗവാൻ ആരാണ്? കാളയാണ്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ അച്ഛൻ നമ്മളെ കാത്ത് സംരക്ഷിക്കുന്നവനാണ്. ആ നിലയിൽ കാള നമ്മുടെ അച്ഛനാണ്. എന്താണതിന് കുഴപ്പം? ഈ ലോകം മുഴുവനും നമ്മുടെ ബന്ധുക്കളാണ്. അതുകൊണ്ടാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഈ ലോകത്തിലുള്ള സകല ചരാചരങ്ങളെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നത്, എല്ലാത്തിനെയും സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്നത്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹിന്ദു മതസ്ഥർക്കെല്ലാം ഭാഗ്യമുണ്ടാകണമേ, അവർക്കെല്ലാം നല്ലതുണ്ടാകണമേ, മറ്റുള്ളവരെയെല്ലാം നശിപ്പിക്കണമേ എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മളെ മാത്രം സ്വർഗത്തിൽ കൊണ്ടുപോകണമേ, നമുക്ക് മാത്രം നല്ലത് നൽകണമേ, നമ്മൾ മാത്രമാണ് ശരി എന്ന് നമ്മൾ പറയാത്തത് അതുകൊണ്ടാണ്. കാറ്റിനെയും പൂക്കളിനെയും പുഴുക്കളെയും പാമ്പിനെയും നദികളെയും പർവ്വതങ്ങളെയും എല്ലാത്തിനെയും ഈശ്വര തുല്യമായി കാണുന്നത് കൊണ്ടാണ് ഹിന്ദുമതം ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഹിന്ദുമതത്തിനെ ഇത്രയും കൂടുതൽ കളിയാക്കാൻ ആളുകൾ തയ്യാറാകുന്നത്. കാരണം നമ്മളെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് കരുതി നമ്മളാരും വാളുമെടുത്തുകൊണ്ട് അല്ലെങ്കിൽ തോക്കുമെടുത്തുകൊണ്ട്
ആരെയും കൊല്ലാനോ സമരം ചെയ്യാനോ പോകാറില്ല. നിവർത്തി കെടുമ്പോൾ മാത്രമാണ് എന്തെങ്കിലും ഒന്ന് വാക്കുകൊണ്ട് പ്രതികരിക്കുന്നത്. അതല്ലാതെ എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരെയും ഉൾക്കൊള്ളുവാനും നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും മഹത്തരമായ ഒരു വിശ്വാസത്തിലാണ്, ഒരു മതത്തിലാണ്, ഒരു സംസ്കാരത്തിലാണ് നമ്മൾ ജനിച്ചത് എന്നോർത്ത് എല്ലാവരും അഭിമാനിക്കണം. ചോദ്യങ്ങൾ മറ്റുള്ളവർ ചോദിക്കും, അവരെ കളിയാക്കും. അതിൽ യാതൊരു കാരണവശാലും ഒരു നാണക്കേടും തോന്നാതെ ധൈര്യമായി നമ്മളുടെ അഭിപ്രായം നമ്മൾ പറയുക. ഇനി ആരെങ്കിലും ആട് കുഞ്ഞമ്മയാണോ കാള അച്ഛനാണോ എന്നൊക്കെ ചോദിച്ചു വന്നാൽ, നിങ്ങൾ ചാണകമാണോ, ചാണകത്തിൽ ചവിട്ടിയോ എന്നൊക്കെ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ ധൈര്യമായി നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അതല്ലാതെ മനസ്സിലായില്ലെങ്കിൽ അവർ പൊക്കോട്ടെ, പക്ഷേ നിങ്ങളുടെ അഭിപ്രായം ധൈര്യത്തോടു കൂടി പറയുക. ആട് ഞങ്ങളുടെ കുഞ്ഞമ്മ തന്നെയാണ്, അതിനെന്താണ് കുഴപ്പം എന്ന് ചോദിക്കുക. ആടിനെയും പശുവിനെയും കാളയെയും കോഴികളെയും പട്ടിയെയും പാമ്പിനെയും എല്ലാത്തിനെയും ഈശ്വരൻ്റെ അംശമായി കണ്ടു തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. വേലായുധ സ്വാമിയുടെ കൂടെ ആരുണ്ട്? കോഴിയുണ്ട്. അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഏറ്റവും മനോഹരമായ ഈ സംസ്കാരത്തിൽ ജനിച്ചു എന്നോർത്ത് അഭിമാനിക്കുക. നാമം ജപിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.